Hello guys, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി kappapudding ആണ്. പുഡിങ്ങിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് kappapudding വേണമെങ്കിൽ പറയാം. വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം. ഇത് ചൈന ഗ്രാസ് ആണ്. ഇതൊരു 15 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2 പാക്ക് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കേണ്ടത്. ഒരു പാക്ക് പാലാണെങ്കിൽ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതിയാകും. അടുത്തത് കപ്പയാണ് വേണ്ടത്. ഇത് മുഴുവനും വേണ്ട, ഇതിൻ്റെ ഒരു ഹാഫ് മതി. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. 2 പാക്ക് പാലിലാണ് ഞാൻ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത്. നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഡിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പ ഗ്രേറ്റ് ചെയ്തിടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ സഹായിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് എപ്പോഴും ചൂടോട് കൂടി ഒഴിക്കണം. കാരണം അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെക്കരുത്, പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ടാണ് പാലപ്പുറത്ത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മൾ ചൈന ഗ്രാസ് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിത് ചൂടോടുകൂടി പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് ചേർത്ത് കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ പാലൊന്ന് കുറുകി വരും. ഈ ഒരു സമയം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പുഡിങ്ങിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതിയോളം മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ഓപ്ഷനാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. വാനില എസൻസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പുഡിങ്ങിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് നല്ല ചൂടിൽ തന്നെ നമ്മൾ പുഡിംഗ് ട്രേയിലോട്ട് മാറ്റണം. തണുത്തതിന് ശേഷം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ പുഡിംഗ് ഒരിക്കലും ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കരുത്. ഫ്രിഡ്ജിൽ താഴെയാണ് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പുഡിങ്ങിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. വീട്ടിലെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയൊരു വെറൈറ്റി പുഡിങ് തന്നെയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും എന്നുള്ളത് ഷുവറാണ്. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇത് കപ്പ കൊണ്ടുണ്ടാക്കിയാണെന്ന് പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.